Hello all. Perspectives of Knowledge എന്ന ബ്ലോക്ക് 1ന്റെ യൂണിറ്റ് 1 ആയ ഇൻട്രൊഡക്ഷൻ ടു എഡ്യൂക്കേഷൻ റിസർച്ച് എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാർട്ടാണ് ഈ വീഡിയോ. ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പർപ്പസ് ഓഫ് റിസർച്ച്, റിസർച്ചിന്റെ ഉദ്ദേശ്യം, വാട്ട് ഈസ് എഡ്യൂക്കേഷണൽ റിസർച്ച്, എഡ്യൂക്കേഷണൽ റിസർച്ച് എന്താണ്, സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച്, എഡ്യൂക്കേഷണൽ റിസർച്ചിന്റെ സാധ്യതകൾ, ടൈപ്സ് ഓഫ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷണൽ റിസർച്ച്, വിദ്യാഭ്യാസ ഗവേഷണത്തിന്റെ വിവിധ സ്റ്റഡീസ് ഏതൊക്കെ, അതിനുശേഷം ഇതൊന്ന് സമ്മപ്പ് ചെയ്യുന്നുണ്ട്. പർപ്പസ് ഓഫ് റിസർച്ച് ആണ് ആദ്യം, അതായത് റിസർച്ചിന്റെ ഉദ്ദേശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. റിസർച്ച് എന്തിനൊക്കെ നമ്മളെ സഹായിക്കുന്നു? നമുക്ക് നോളജ് ക്രിയേറ്റ് ചെയ്യാൻ, ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. നമ്മൾ ഫസ്റ്റ് പാർട്ടില് കഴിഞ്ഞ വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്തതാണ്. നോളജ്, അറിവ് ലഭിക്കാൻ റിസർച്ച് ഒരു ഉറവിടമാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ നിലവിലുള്ള അറിവ്, നിലവിൽ ഉള്ള എക്സിസ്റ്റിംഗ് നോളജ് എന്ത് ചെയ്യുന്നു, അത് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അതിനൊരു ബലം നൽകുന്നു, അതിനെ ഒന്നുകൂടി പ്രാധാന്യം ഉറപ്പിക്കുന്നു. ക്രിയേറ്റിംഗ് ന്യൂ നോളജ്, പുതിയ നോളജ് സൃഷ്ടിക്കാൻ റിസർച്ച് സഹായിക്കുന്നു. പ്രോബ്ലം സോൾവിംഗ്, നമ്മളുടെ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത തരം പ്രോബ്ലംസ് ഉണ്ട്, അവയെ സോൾവ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നു? റിസർച്ച് സഹായിക്കുന്നു. ആക്ഷൻ ഇൻ സ്പെസിഫിക് സിറ്റുവേഷൻസ്, അതായത് ആക്ഷൻ റിസർച്ച്, നമുക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുന്നു? ആക്ഷൻ റിസർച്ച്, അതായത് പെട്ടെന്ന് തന്നെ ചില സിറ്റുവേഷൻസിൽ നമ്മൾക്ക് റിസർച്ച് നടത്തിയിട്ട് അവിടെ ഒരു പ്രോബ്ലം ഉടനടി നടപ്പിലാക്കാൻ സാധിക്കുന്നു. ട്രെയിനിങ് ഓഫ് ഫ്യൂച്ചർ റിസർച്ച്, നമ്മുടെ ഭാവിയിലേക്കുള്ള റിസർച്ച് ഗവേഷകർക്ക് എന്താകുന്നു? ഒരു ട്രെയിനിങ്ങിന് റിസർച്ച് സഹായിക്കുന്നു. അപ്പം ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത്, നമ്മളിപ്പോ ക്ലാസ്സിലായി ഒരു ഇംഗ്ലീഷ് ക്ലാസ്സില് കുട്ടികള് ഇംഗ്ലീഷ് ക്ലാസ് പതിവായി സ്കിപ്പ് ചെയ്യുന്നു. അത് ടീച്ചർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലമാണ് അല്ലെ, സ്കിപ്പ് ചെയ്യുന്നത് ഒരു പ്രോബ്ലമാണ്. അതെങ്ങനെ മാറ്റാം എന്നുള്ള ഒരു റിസർച്ച് നടത്തിയിട്ട് അതെന്ത് ചെയ്യുന്നു? നടപ്പിലാക്കുന്നു. അങ്ങനെ കുട്ടികളെ സ്കിപ്പ് ചെയ്യാതെ ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഉടനടി പരിഹാരം കണ്ടെത്തുന്നു. അതാണ് ആക്ഷൻ റിസർച്ച്. ഇത്രയാണ് റിസർച്ചിന്റെ ഉദ്ദേശ്യങ്ങൾ. ജനറേഷൻ ഓഫ് നോളജ്, ഫസ്റ്റ് പറഞ്ഞു, നോളജ് ജനറേറ്റ് ചെയ്യാൻ റിസർച്ച് സഹായിക്കുന്നു എന്നുള്ളത്. അതായത് നമ്മുടെ ബിഹേവിയറിസ്റ്റ് തിയറി എന്താണ് പറയുന്നത്? ബിഹേവിയറിസ്റ്റ് തിയറി പറയുന്നത് എങ്ങനെയാണ് ഹാബിറ്റ്സ് ഫോം ചെയ്യുന്നതെന്നാണ്. അതേപോലെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറിയിൽ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ വേരിയസ് ടൈപ്സ് ഓഫ് സെൻസേഷൻസ് പ്രോസസ് ചെയ്യുന്നതെന്നാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ നമ്മൾ വി മേക്ക് മീനിങ് ഓഫ് ദം ആൻഡ് വാട്ട് റോൾ അവർ മെമ്മറി പ്ലേസ്, നമ്മുടെ ഓർമ്മകൾ, മെമ്മറി എന്താണ് ചെയ്യുന്നത്, ഹൗ വി സ്റ്റോർ ഇൻഫർമേഷൻ ആൻഡ് ഹൗ മെമ്മറി ഈസ് ഓർഗനൈസ്ഡ്, നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ മെമ്മറി എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറിയിൽ പറയുന്നത്. റിസർച്ച് ദാറ്റ് ലീഡ്സ് ടു ജനറേഷൻ ഓഫ് നോളജ് ആൻഡ് സച്ച് തിയറി ബിൽഡിംഗ് റിസർച്ച് ഇസ് നോൺ ആസ് ബേസിക് റിസർച്ച്, ഓൾസോ കോൾഡ് ഫണ്ടമെന്റൽ റിസർച്ച്. അതായത് നമ്മളൊരു റിസർച്ച് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെയുള്ള ലേണിംഗ് തിയറീസ് ഒക്കെ കണ്ടുപിടിച്ചു വെക്കുന്നു. ഈ തിയറീസ് ഒക്കെ എന്താണ്? ബേസിക് റിസർച്ചാണ്, ഫണ്ടമെന്റൽ റിസർച്ച് ആയിട്ടാണ് നമ്മൾ അതിൽ തരുന്നത്. എന്നാൽ ഈ കണ്ടുപിടിച്ചു വെച്ച ബേസിക് റിസർച്ചിനെ, ഈ തിയറീസ്, ഫണ്ടമെന്റൽ റിസർച്ച് എന്താകുന്നു? ആപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോൾ എന്താകുന്നു? അതാണ് അപ്ലൈഡ് റിസർച്ച് ആയിട്ട് വരുന്നത്. ഇപ്പൊ ഫണ്ടമെന്റൽ റിസർച്ച് ആണ് പിന്നീട് അപ്ലൈഡ് റിസർച്ച് ആയിട്ട് വരുന്നത്. ബേസിക് റിസർച്ച്, അതായത് തിയറി മാത്രം കണ്ടുവെക്കുന്നു, അതാണ് ബേസിക് റിസർച്ച്. ഫണ്ടമെന്റൽ റിസർച്ച് രണ്ടും സെയിം ആണ്. ബേസിക് റിസർച്ച് ഓർ ഫണ്ടമെന്റൽ റിസർച്ച്, തിയറി മാത്രം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു വെക്കുന്നു. അതിനെ അപ്ലൈഡ് ലെവൽ, ആപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോഴാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ബിഹേവിയറിസ്റ്റ് തിയറി എങ്ങനെയാണ് ഹാബിറ്റ് ഫോം ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചു വെച്ചാല് അത് നമ്മളുടെ ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരുമ്പോഴത് അപ്ലൈഡ് റിസർച്ച് ആയിട്ട് മാറുന്നു. നെക്സ്റ്റ്, പ്രോബ്ലം സോൾവിങ്. നമ്മൾ പറഞ്ഞു വിവിധ തരം പ്രോബ്ലങ്ങളുണ്ട്, പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ സെക്ടറിലാണ് എഡ്യൂക്കേഷണൽ റിസർച്ചേഴ്സ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം, അതാണ് നമ്മളുടെ ഒരു പർപ്പസ് റിസർച്ചിന്റെ. ഹൗ ടീച്ചിങ് എ ലാംഗ്വേജ്, അല്ലെങ്കിൽ ഒരു ഭാഷ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ, അല്ലെങ്കിൽ ലേൺ സ്കിൽസ് മോർ എഫിഷ്യന്റ്, സ്കിൽസ് എങ്ങനെ മോർ എഫിഷ്യന്റ് ആയിട്ട് പഠിക്കാം, അതല്ലെങ്കിൽ എങ്ങനെ മാത്തമാറ്റിക്കൽ വേയിൽ ചിന്തിക്കാം, ടു തിങ്ക് മാത്തമാറ്റിക്കലി, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ നമുക്ക് ചെയ്യാം? ട്രയൽ ആൻഡ് എററിലൂടെയാണ് നമ്മൾ മാറ്റിയെടുക്കുന്നത്. ഈ പ്രോബ്ലം നമ്മൾ
മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ് ട്രയൽ ആൻഡ് എററിലൂടെയാണ്, വീണ്ടും വീണ്ടും ചെയ്തു നോക്കിയിട്ടാണ്. അല്ലാതെ നമുക്ക് ഒറ്റ ഒരു ഉത്തരം നമുക്ക് കിട്ടില്ല, പെട്ടെന്ന് ഉടനടി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കില്ല. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ് അവിടെ വീണ്ടും വീണ്ടും ചെയ്യുക, ട്രയൽ ചെയ്ത് തെറ്റ് തിരുത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. റിസർച്ച് is essentially systematic inquiry and it can help us discover more effective ways of teaching and facilitating learning. നമുക്ക് റിസർച്ച് എന്തിനു സഹായിക്കുന്നു, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ്ങിനും അല്ലെങ്കിൽ ലേണിംഗും ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള നല്ല എഫക്റ്റീവ് വേസ് കണ്ടുപിടിക്കാൻ നമുക്ക് റിസർച്ച് സഹായിക്കും. പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് റിസർച്ച് സഹായിക്കുന്നത്. സോൾവ് പ്രോബ്ലംസ്. ആക്ഷൻ ഇൻ സ്പെസിഫിക് സിറ്റുവേഷൻസ് ഓൾറെഡി ഞാനൊന്ന് മെൻഷൻ ചെയ്തു. ആക്ഷൻ ഇൻ സ്പെസിഫിക് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലം, അതായത് ഹൗ ടു റെഡ്യൂസ് ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് ക്ലാസ്. ഇംഗ്ലീഷ് ക്ലാസ്സിൽ എങ്ങനെ ഒരു പ്രോബ്ലം, അതൊരു പ്രോബ്ലമാണ്, അതെങ്ങനെ റെഡ്യൂസ് ചെയ്യാം, ഫ്ലുവൻസി എങ്ങനെ റെഡ്യൂസ് ചെയ്യാം. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഹൗ ടു മേക്ക് ലേണേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇംഗ്ലീഷ് മോർ പോസിറ്റീവ്. ലേണേഴ്സിന്റെ ഇംഗ്ലീഷിനോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെ പോസിറ്റീവ് ആക്കാം. ഈ രണ്ട് പ്രോബ്ലംസ്, പ്രോബ്ലം എയും പ്രോബ്ലം ബിയും, ഈ രണ്ട് പ്രോബ്ലംസും ജനറൽ എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ് അല്ല, അല്ലെ. ചിലപ്പോൾ അത് ഒരു സിറ്റിയിലെ ഒരു സ്കൂളില്, അല്ലെ ഒരു സ്കൂളിലെ ഒരു ക്ലാസ്സില്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവിഷനിൽ നടക്കുന്ന ഒരു പ്രോബ്ലം ആയിരിക്കാം, സംഭവിക്കുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും. അതൊരു ജനറൽ എഡ്യൂക്കേഷണൽ പ്രോബ്ലം അല്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, അവിടെയുള്ള ആ ടീച്ചർ, അത് കൈകാര്യം ചെയ്യുന്ന ടീച്ചർ വേണം അതിനെ സോൾവ് ചെയ്യാൻ, ആ പ്രോബ്ലം കണ്ടുപിടിച്ച് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അവിടെയാണ് ആക്ഷൻ റിസർച്ചിന്റെ പ്രാധാന്യം. അതായത് ടേക്ക് അപ്രോപ്രിയേറ്റ് സ്റ്റെപ്സ് ടു സ്റ്റഡി ദ പ്രോബ്ലം. നമ്മൾ ആദ്യം ആ പ്രോബ്ലം എന്താണെന്ന് പഠിക്കാൻ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. എക്സാമിൻ ഇറ്റ്സ് കോസസ്, അതിന്റെ കാരണം എന്താണെന്ന് എക്സാമിൻ ചെയ്യണം. നെക്സ്റ്റ് സോൾവ് ദെയർ പ്രോബ്ലംസ് ബൈ ദെംസെൽസ്, അത് പഠിപ്പിക്കുന്ന, അത് കൈകാര്യം ചെയ്യുന്ന ടീച്ചേഴ്സ് എന്ത് വേണം, ആ പ്രോബ്ലം സോൾവ് ചെയ്യണം. റിസർച്ച് ദാറ്റ് സെർവ്സ് ദിസ് പർപ്പസ് ഇസ് നോൺ ആസ് ആക്ഷൻ റിസർച്ച്. ഇങ്ങനെയുള്ള ഈ പർപ്പസ്, ഈ ഉദ്ദേശം സാക്ഷാത്കരിക്കുന്നതാണ് ആക്ഷൻ റിസർച്ച്. അതായത് ആക്ഷനെ നിലവിൽ കൊണ്ടുവന്നു, നമ്മൾ എന്താണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കുന്നു, അത് കൈകാര്യം ചെയ്യുന്ന ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, അത് സ്റ്റഡി നടത്തി വ്യക്തമായ സ്റ്റെപ്സിലൂടെ എന്ത് ചെയ്യുന്നു, ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. ട്രെയിനിങ് ഓഫ് ഫ്യൂച്ചർ റിസർച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നത് എന്താണ്, റിസർച്ചിന്റെ ഒരു ഉദ്ദേശമാണ്. അതായത് പ്രിപ്പയറിംഗ് ഫ്യൂച്ചർ റിസർച്ചേഴ്സ് ബൈ പ്രൊവൈഡിംഗ് ദം പ്ലാൻഡ് റിസർച്ച് എക്സ്പീരിയൻസസ്. പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് അനുഭവങ്ങളെ എന്ത് കൊടുക്കാം, ട്രെയിനിങ് ആയിട്ട് റിസർച്ചേഴ്സിന് കൊടുക്കാം. വിച്ച് മേ ബി ഇനിഷ്യലി ക്വൈറ്റ് സിമ്പിൾ ബട്ട് ലേറ്റർ ഓൺ ബിക്കം മോർ ആൻഡ് മോർ കോംപ്ലക്സ്. അത് ആദ്യം വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും തോന്നുന്നത്, പക്ഷെ അത് എന്ത് ചെയ്യാം, മോർ കോംപ്ലക്സ് ആയിട്ടാണ് വരുന്നത്. ട്രെയിനിങ് ഫോർ പ്രിപ്പയറിംഗ് റിസർച്ചേഴ്സിനെ പ്രിപ്പയർ ചെയ്യാം. എങ്ങനെ, ഇനിഷ്യലി, അതായത് ആദ്യമായിട്ട് ഡിസർട്ടേഷൻ ഒക്കെ കൊടുക്കാം നമുക്ക്. ആർക്ക്, സ്മോൾ സ്കെയിൽ റിസർച്ച് ആണ് ഡിസർട്ടേഷൻ. അത് ആർക്ക് കൊടുക്കാം, പ്രോജക്റ്റ് ആയിട്ട് ഡിഗ്രിക്കാർക്ക് അല്ലെങ്കിൽ PG ചെയ്യുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഡിസർട്ടേഷൻ ആയിട്ട് കൊടുക്കാം. അതൊരു ട്രെയിനിങ് ആണ് റിസർച്ചേഴ്സിനുള്ള, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, റിസർച്ച് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ആണത്. ഇന്റർമീഡിയറ്റ് ലെവലും അഡ്വാൻസ്ഡ് ലെവലുമാണ് MPhilഉം PhD ഒക്കെ വരുന്നത്. അവിടെ എന്ത് ചെയ്യാം, ആ സ്കോളേഴ്സ് ഇത് ചെയ്യുമ്പോഴത്തേക്ക്, ഈ ഇന്റർമീഡിയറ്റ് ലെവൽ, അഡ്വാൻസ് ലെവൽ, അതായത് MPhilലും PhDയിലും ഒക്കെ റിസർച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ഒരു പടി മുന്നിലെത്തുന്നു. അവർക്ക് നല്ല പക്ക എങ്ങനെയാണ് റിസർച്ച് ചെയ്യുന്നത്, ഗവേഷണം നടത്തേണ്ടത് എന്ന ഐഡിയ ടോട്ടലി ലഭ്യമാകുന്നു. അതേസമയം ഡിസർട്ടേഷൻ ഒക്കെ എവിടെയാണ് വരുന്നത്, സ്മോൾ സ്കെയിൽ റിസർച്ച് ആണ്. അവിടെ അത്രയും റിസർച്ചിന്റെ എല്ലാ മേഖലയിലൂടെയും ചിലപ്പോൾ അവർ കടന്നു പോകണമെന്നില്ല. അവർ ചെയ്യുന്ന ഒരു ടോപ്പിക്കിന്റെ കാര്യം മാത്രമേ അവർക്ക് ചിലപ്പോൾ ചെയ്യാൻ അറിയുകയുള്ളൂ. എന്നാൽ PhD ഒക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ല, എല്ലാ ടോപ്പിക്കിലൂടെ കടന്നുപോയി എല്ലാത്തരം റിസർച്ച് സ്റ്റഡീസും പഠിച്ചിട്ടാണ് അവരൊരു ഗവേഷണം നടത്തിപ്പോരുന്നത്. അപ്പം ട്രെയിനിങ് ഓഫ് ഫ്യൂച്ചർ റിസർച്ച് ആണ് ഒരു പർപ്പസ് എന്തിന്റെ, റിസർച്ചിന്റെ. ഇനി വാട്ട് ഈസ് എഡ്യൂക്കേഷണൽ റിസർച്ച്? എഡ്യൂക്കേഷണൽ റിസർച്ച് എന്താണ്? റിസർച്ച് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു സിസ്റ്റമാറ്റിക് ഇൻക്വയറി ബേസ്ഡ് ഓൺ ദ സയന്റിഫിക് മെത്തേഡ് ആൻഡ് കൺസേൺഡ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ്, പ്രഡിക്ഷൻ ആൻഡ് കൺട്രോൾ ദ ഫിനോമിന. അതായത് നമ്മൾ റിസർച്ച് എന്താണെന്ന് പറഞ്ഞ, ഗവേഷണം എന്താണ്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അന്വേഷണമാണ്. അത് ശാസ്ത്രീയപരമായ മെത്തേഡിലൂടെ, രീതിയിലൂടെ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കി പ്രഡിക്റ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റിസർച്ച്, ഒരു സ്റ്റഡി നടത്തുകയാണ് ചെയ്യുന്നത്. ടു അപ്ലൈ ദിസ് ഇൻ എഡ്യൂക്കേഷൻ, ഇത് എവിടെയാണ് നമ്മളിപ്പോ അപ്ലൈ ചെയ്യുന്നത്, എഡ്യൂക്കേഷണൽ റിസർച്ചിന്റെ ആവുമ്പോൾ എഡ്യൂക്കേഷണൽ ഫീൽഡിലാണ് അപ്ലൈ ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ റിസർച്ച്. അപ്പൊ ഇറ്റ് സീക്സ് ടു ഹെൽപ് ടു സോൾവ് എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷണൽ റിസർച്ച് നമ്മൾ
ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് റീസണിങ്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയിലുണ്ട് ഇൻഡക്റ്റീവ് എന്താണ്, ഡിഡക്റ്റീവ് റീസണിങ് എന്താണെന്നുള്ളത്. അതായത് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പോൾ ജനറൽ ടു സ്പെസിഫിക്, ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പോൾ എന്താണ് സ്പെസിഫിക് ടു ജനറൽ. അതെന്താണെന്ന് വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്. നമ്മുടെ എഡ്യൂക്കേഷണൽ റിസർച്ച് എന്ന് പറയുന്നത് സാമൂഹിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട റിസർച്ച് ആയതുകൊണ്ട് ആ കൂട്ടത്തിൽ വരുന്നത് കൊണ്ട് രണ്ടു തരം സോഷ്യൽ റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട രണ്ടു തരം കാഴ്ചപ്പാടും, അതായത് ഒബ്ജക്ടിവിസ്റ്റും സബ്ജക്ടിവിസ്റ്റും ഇതെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഈ രണ്ടു തരം കാഴ്ചപ്പാടിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷണൽ റിസർച്ചിന്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താവുന്നു, ഇൻഡക്റ്റീവ് റീസണിങ്ങിനും ഡിഡക്റ്റീവ് റീസണിങ്ങിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒബ്ജക്ടിവിസ്റ്റ് ആണ് എന്താ പോസിറ്റീവ് പാരഡൈമും, സബ്ജക്ടിവിസ്റ്റ് ആണ് ഹ്യൂമനിസ്റ്റിക് പാരഡൈം അല്ലെങ്കിൽ നോൺ പോസിറ്റീവ് പാരഡൈം എന്ന് പറഞ്ഞ. പാരഡൈം എന്ന് പറയുന്നത് ഒരു ഫിനോമിനെ കണ്ടെത്താനുള്ള മാർഗം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതാണ് ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും. ഇതിന്റെ കൂടുതൽ വിശദീകരണം കഴിഞ്ഞ വീഡിയോയിലൊന്ന് നോക്കിയാൽ കിട്ടുന്നതായിരിക്കും. ഇറ്റ് ഈസ് എംപിരിക്കൽ ഇൻ നേച്ചർ. അതായത് എംപിരിക്കൽ നേച്ചർ ആണ്. നമ്മൾ റിസർച്ച് ചെയ്യാണ്, അല്ലെ അനുഭവത്തിലൂടെ നമ്മൾ പരീക്ഷിച്ച് മനസ്സിലാക്കുകയാണ്. ഇറ്റ് ഈസ് സെൽഫ് കറക്റ്റിംഗ് ആണ്. അത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് സെൽഫ് കറക്റ്റ് ചെയ്താണ് നമ്മൾ റിസർച്ച് ചെയ്തു പോകുന്നത്. അപ്പൊ എഡ്യൂക്കേഷണൽ റിസർച്ച് എന്താണ്, വിദ്യാഭ്യാസപരമായ റിസർച്ച് വിദ്യാഭ്യാസത്തിലെ കോട്ടങ്ങൾ പരിഹരിക്കാന്, നേട്ടങ്ങളെ ഒന്നും കൂടെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് റിസർച്ച് നടത്താം. അത് കറക്റ്റ് ചെയ്താണ് പോകുന്നത്. എഡ്യൂക്കേഷണൽ റിസർച്ച് ഈസ് കൺസേൺഡ് വിത്ത് ഇഷ്യൂസ് ദാറ്റ് എൻഗേജ് ദ അറ്റൻഷൻ ഓഫ് ടീച്ചേഴ്സ് ആൻഡ് എഡ്യൂക്കേഷൻസ്. എഡ്യൂക്കേഷണൽ റിസർച്ച് എന്ന് പറയുന്നതിന്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിൽ വരുന്ന മേഖലകളിലെ ഇഷ്യൂസ് ഒക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത്, ടീച്ചേഴ്സ്. അതല്ലെങ്കിൽ ആരാണ്, എഡ്യൂക്കേഷനിസ്റ്റ്. എഡ്യൂക്കേഷണൽ റിസർച്ചുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഗവേഷകരോ ടീച്ചേഴ്സോ ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ എഡ്യൂക്കേഷണൽ റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറഞ്ഞ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് റീസണിങ്, എംപിരിക്കൽ ഇൻ നേച്ചർ, സെൽഫ് കറക്റ്റിംഗ് എന്ന് പറയുന്ന 3 കാര്യങ്ങൾ. 2 കൺസെപ്ഷൻസ് ഓഫ് സോഷ്യൽ റിയാലിറ്റി. കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. 2 തരം കൺസെപ്ഷൻസ് ഉണ്ട്, ധാരണകളുണ്ട്. സോഷ്യൽ റിയാലിറ്റി, സാമൂഹിക യാഥാർത്ഥ്യത്തിലെ 2 തരം കൺസെപ്ഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്, ഒബ്ജക്ടിവിസ്റ്റ് അതായത് പോസിറ്റീവ് പാരഡൈമും സബ്ജക്ടിവിസ്റ്റ് നോൺ പോസിറ്റീവ് പാരഡൈം അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് പാരഡൈം എന്ന് പറയുന്നു. ഇതാണ് നമ്മളുടെ സോഷ്യൽ റിയാലിറ്റിയിലെ 2 കാഴ്ചപ്പാടുകൾ. ഇത് എന്തിനു സഹായിക്കുന്നു, നമ്മുടെ എഡ്യൂക്കേഷണൽ റിസർച്ചിലും സഹായിക്കുന്നുണ്ട്. ഒബ്ജക്ടിവിസ്റ്റ് എന്താണെന്ന് പറഞ്ഞിരുന്നു, അതായത് പ്രകൃതിദത്തമായ, അതായത് പരീക്ഷണങ്ങളിലൂടെ അവര് സമ്പാദിച്ചു വെച്ചിരിക്കുന്ന നോളജാണ്. അതേസമയം സോഷ്യൽ റിയാലിറ്റിയിലെ 2ാമത്തെ കാഴ്ചപ്പാടായ സബ്ജക്ടിവിസ്റ്റിന്റെ ധാരണകൾ എന്ന് പറയുന്നത് ഒരു അന്ധൻ ആനയെ കണ്ട പോലെയാണ്. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ പറയുന്നു ഇത് തൂണ് പോലെയാണ്, ഒരാൾ പറയുന്നു ചൂല് പോലെയാണ്, അപ്പൊ ആന ചൂലാണ്, അല്ലെങ്കിൽ ആന തൂണാണ്. അപ്പം ചെവി മുറം പോലെയാണ്, അപ്പൊ ആന മുറമാണ് എന്ന് പറയുന്നതാണ് സബ്ജക്ടിവിസ്റ്റ്. എന്താണോ കാണുന്നത് അത് അവര് ശാരീരിക റിയാലിറ്റിയും സാമൂഹിക റിയാലിറ്റി അവര് കണക്കാക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. കോൺഷ്യസ്നെസ് ആണ് അവര്. അല്ലാതെ അവര് ചിന്തയില്ലാതെ അല്ല പറയുന്നത്. അവര് അൺകൺട്രോൾഡ് ആണ്, നേച്ചർ അല്ല. ഒബ്ജക്ടിവിസ്റ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടാണ്, അവിടെ കൺട്രോൾ ചെയ്തിട്ടാണ് പറയുന്നത്. സബ്ജക്ടിവിസ്റ്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. പാരഡൈം എന്ന് പറയുന്നത് ഒരു ഫിനോമിനെ കണ്ടെത്താനുള്ള മാർഗം എന്ന് മാത്രമേ ഉള്ളൂ. എ വേ ഓഫ് ലുക്കിംഗ് അറ്റ് എ ഫിനോമിനെ or a broad perspectives. അതൊരു വിശാലമായ കാഴ്ചപ്പാടാണ്. എഡ്യൂക്കേഷൻ റിസർച്ച് യൂസസ് മെത്തേഡ്സ് ഡിറൈവ്ഡ് ഫ്രം ഓർ ബേസ്ഡ് ഓൺ പോസിറ്റിവിസ്റ്റ് ആസ് വെൽ ആസ് നോൺ പോസിറ്റിവിസ്റ്റ് പാരഡൈം. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എഡ്യൂക്കേഷൻ റിസർച്ച് വിദ്യാഭ്യാസ ഗവേഷണം എന്ന് പറയുന്നത് അവരുപയോഗിക്കുന്ന മെത്തേഡുകൾ, രീതികൾ എന്ന് പറയുന്നത് പോസിറ്റിവിസ്റ്റും ആകാം, നോൺ പോസിറ്റിവിസ്റ്റ് അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക്, അതായത് ഒബ്ജക്ടിവിസ്റ്റിന്റെയും സബ്ജക്ടിവിസ്റ്റിന്റെയും കാഴ്ചപ്പാടുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ട് ഒരു റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട്. സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച്. എഡ്യൂക്കേഷണൽ റിസർച്ചിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ക്ലാസിഫിക്കേഷൻ ബൈ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് വിദ്യാഭ്യാസത്തിനെ നമുക്ക് പല ലെവലിൽ ക്ലാസിഫൈ ചെയ്യാം. അതായത് പ്രീ സ്കൂൾ മുതൽ പ്രീ പ്രൈമറി മുതൽ നമുക്ക് ഹയർ സെക്കൻഡറി വരെ നമുക്ക് ഹയർ ലെവൽസ് ഓഫ്, ഹയർ സെക്കൻഡറി മാത്രമല്ല നമ്മുടെ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ഒക്കെ ഉണ്ട്, സെക്കൻഡറി ടേഴ്ഷ്യറി, അതായത് ഹയർ ലെവൽസ് വരുന്നതല്ല. അപ്പം അങ്ങനെ പല ലെവലിലെ എഡ്യൂക്കേഷനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതൊരു സാധ്യതയാണ്. രണ്ടാമത് ക്ലാസിഫിക്കേഷൻ ബൈ കരിക്കുലം ഏരിയാസ്, അതായത് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ ഉണ്ട്, സയൻസ് എഡ്യൂക്കേഷൻ ഉണ്ട്, മാത്ത് എഡ്യൂക്കേഷൻ ഉണ്ട്, സോഷ്യൽ സയൻസസ് ഉണ്ട്, ആർട്ട് എഡ്യൂക്കേഷൻ, ബിസിനസ് സ്റ്റഡീസ്, അങ്ങനെ വിവിധ തരം കരിക്കുലം ഏരിയാസ് ഉണ്ട്. അതിൽ തന്നെ എങ്ങനെ വരുന്നുണ്ട്, ലാംഗ്വേജ് തന്നെ പ്രൈമറി ലാംഗ്വേജ് ഉണ്ട്, സെക്കൻഡറി ലാംഗ്വേജ് ഉണ്ട്. അതിൽ തന്നെ എന്ത് വരുന്നുണ്ട്, ഓരോ ലാംഗ്വേജിനും കവിത അല്ലെങ്കിൽ കഥ, സ്റ്റോറി, പോം,
അതുപോലെ അതിന്റെ എഴുത്ത് റൈറ്റിംഗ് എങ്ങനെ വരുന്നുണ്ട്, റീഡിംഗ് എങ്ങനെ വരുന്നുണ്ട്, അതെല്ലാം നമുക്ക് ഓരോ ഏരിയ ആയിട്ട് ആസ്പെക്ട് ആയിട്ട് തിരിക്കാൻ സാധിക്കും. അപ്പൊ അവിടെ എല്ലാം വരുന്ന ഇഷ്യൂസ് പ്രോബ്ലംസ് എല്ലാം നമുക്ക് എന്താണ് എഡ്യൂക്കേഷൻ റിസർച്ചിലാണ് വരുന്നത്. റിസർച്ച് സ്റ്റഡീസ് ക്യാൻ ബി കണ്ടക്ടഡ് ഇൻ ഓൾ ദീസ് ഏരിയാസ് ആൻഡ് ഓൾസോ ഇൻ പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ. നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ടല്ലേ, BEd MEd, അതുപോലെ ആ എഡ്യൂക്കേഷനിൽ തന്നെ വ്യത്യസ്ത തരം വിഷയങ്ങളുണ്ട്. തത്വശാസ്ത്രമുണ്ട്, ഫിലോസഫി ഉണ്ട്, സൈക്കോളജി മനഃശാസ്ത്രമുണ്ട്, അതുപോലെ മനുഷ്യാവകാശ ശാസ്ത്രങ്ങളുണ്ട്, ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്സ് ഉണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നമുക്ക് അധ്യാപകന ലെവലിലും വരുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ബൈ റിസർച്ച് മെത്തേഡ്സ് യൂസ്ഡ്. ഈ ഇതല്ലാതെ പിന്നെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? റിസർച്ച് മെത്തേഡ്സ് ഉപയോഗിക്കുന്ന അനുസരിച്ച്, അതായത് പലതരം രീതികളിലൂടെ റിസർച്ച് ചെയ്യാം. എക്സ്പെരിമെന്റൽ റിസർച്ച് ഉണ്ട്, അതായത് എക്സ്പെരിമെന്റ് ചെയ്യുന്നു, ഒരു കോസ് എഫക്റ്റ് ആണ്, അതായത് ഒരു കാര്യത്തിന് നമ്മൾ ഒരു പുതിയ ഒരു ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അത് എത്രത്തോളം എഫക്റ്റ് ആവുന്നു എന്നുള്ള സ്റ്റഡിയാണ് എക്സ്പെരിമെന്റൽ റിസർച്ച്. അവിടെ കമ്പാരിസൺ വരുന്നുണ്ട്, അതായത് അവിടെ കൺട്രോൾഡ് ഗ്രൂപ്പും ഉണ്ട്, അല്ലാതെ മറ്റു ഗ്രൂപ്പും ഉണ്ട്. നമ്മൾ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും ഉണ്ട്, കൺട്രോൾ ഗ്രൂപ്പും ഉണ്ട്. എക്സ്പെരിമെന്റൽ എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് മാത്രമേ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യം അവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എങ്ങനെയാണോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ കാര്യങ്ങൾ എങ്ങനെയാണോ ഇംപ്ലിമെന്റ് ചെയ്തു പോകുന്നത്, അവർക്ക് അത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സിൽ അനലൈസ് ചെയ്തിട്ട് നമുക്കൊരു റിസർച്ചിന്റെ ഫൈനലിൽ എത്തുന്നത്. അപ്പൊ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ് പിന്നീട് ഒരു മെത്തേഡ് ഉള്ളത്. അത് ഹിസ്റ്ററി, പണ്ട് നടന്ന ഒരു ഇവന്റിനെ നമുക്ക് എടുത്തു വെച്ച് സ്റ്റഡി ചെയ്യുകയാണ്. സർവേ റിസർച്ച് ഉണ്ട്, എത്ര പേരെ വേണം, അതാണ് ഒരു ലോങ് ഡാറ്റ കളക്ഷൻ ആയിരിക്കും അവിടെ വരുന്നത്. സർവേ റിസർച്ച് ആണ് ഏറ്റവും കൂടുതൽ സാമ്പിളിങ് വരുന്നത്. പിന്നെ എത്തനോഗ്രഫിക് റിസർച്ച് ഉണ്ട്, സാമൂഹിക ശാസ്ത്രപരമായ റിസർച്ചുകൾ സ്റ്റഡീസിനെ നമുക്ക് എത്തനോഗ്രഫിക് റിസർച്ച് ഉപയോഗിക്കാം. ഡെവലപ്മെന്റൽ റിസർച്ച് ഉണ്ട്, അതായത് ഹ്യൂമൻ ആസ്പെക്ട്സ് എങ്ങനെയാണ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ആസ്പെക്ട്സ് എങ്ങനെയാണ് എന്നുള്ള സ്റ്റഡീസ് ഒക്കെ ഡെവലപ്മെന്റ് സ്റ്റഡീസ് വരുന്നു. പിന്നെ കേസ് സ്റ്റഡി വരുന്നുണ്ട്. കേസ് സ്റ്റഡി റിസർച്ച് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് എടുത്തിട്ട് സ്റ്റഡി നടത്തുന്നു. ഒന്നുകിൽ എന്തെങ്കിലും ഇന്റലിജൻസ് അതിലുള്ള ഒരു കുട്ടിയുടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റഡ് ചൈൽഡ് ആയ ഒരു കുട്ടിയെ എടുത്ത് ഒരു കേസ് സ്റ്റഡി നടത്തുന്നു. അതൊക്കെയാണ് കേസ് സ്റ്റഡി റിസർച്ചിൽ വരുന്നത്. അങ്ങനെ ഫീൽഡ് റിസർച്ച് ഉണ്ട്, അങ്ങനെ വിവിധ തരം റിസർച്ചുകളുണ്ട്. ഈ ഏതെങ്കിലും രീതി ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു രീതി ഉപയോഗിക്കുന്നതും സാധ്യതകൾ കൂടുതലാണ്. ഇത്രയാണ് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ചിൽ വരുന്നത്. ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ റിസർച്ച് ആൻഡ് ടീച്ചിങ് ഡ്യൂറിംഗ് ദ പീരിയഡ് 1963 to 1986. ഇത്രയും ഈ ഒരു കാലയളവില് 1963 മുതൽ 1986 വരെയുള്ള കാലയളവില് വന്ന മാറ്റങ്ങളാണ്, റിസർച്ചിൽ ടീച്ചിങ്ങിൽ വന്ന മാറ്റങ്ങളാണ് ഇവിടെ കുറിക്കുന്നത്. അതിലെ 2 പുസ്തകങ്ങളാണ് ഇതിനകത്ത് മുഖ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. NL ഗാങ്സയുടെ ഹാൻഡ് ബുക്ക് ഓഫ് റിസർച്ച് ഓൺ ടീച്ചിങ്, അതിനെ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ബുക്ക് എന്നാണ് പറയുന്നത്. ഇതെന്നാണ് 1963 പബ്ലിഷ് ചെയ്തു. അതേപോലെ 1986 MC വിട്രോക്ക് തേർഡ് ഹാൻഡ് ബുക്ക് ഓഫ് റിസർച്ച് ഓൺ ടീച്ചിങ്ങും പബ്ലിഷ് ചെയ്തു. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാല് 23 വർഷത്തിന് ശേഷമാണ് എന്ത് ഉള്ള വ്യത്യാസമാണ് ഇവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. അപ്പൊ ഗാഗ്നയുടെ ഹാൻഡ് ബുക്കിനകത്ത് 23 ഏരിയാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്രോക്ക് പിന്നീട് പബ്ലിഷ് ചെയ്ത ബുക്കിനകത്ത് 35 ഏരിയാസ് പറയുന്നുണ്ട്. അപ്പൊ അത്ര ഏരിയകള് ഇംപ്രൂവ് ചെയ്തു, അത്രയും കൂടുതൽ റിസർച്ച് സ്റ്റഡീസ് വന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതിൽ കൂടുതൽ വന്നിട്ടുണ്ട് ഇങ്ങേയറ്റം വരുമ്പോഴത്തേക്ക്. ഈ 2 പുസ്തകമാണ് നമ്മളുടെ പുസ്തകത്തിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. NL ഗാങ്സിന്റെ ഹാൻഡ് ബുക്ക് ഓഫ് റിസർച്ച് ആൻഡ് ടീച്ചിങ്, അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഫസ്റ്റ് ഹാൻഡ് ബുക്ക്. ദ ഫസ്റ്റ് ഹാൻഡ് ബുക്ക് 1963 അത് പബ്ലിഷ് ചെയ്തത്. 1986 MC വിട്രോക്ക് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് തേർഡ് ഹാൻഡ് ബുക്ക് ഓഫ് റിസർച്ച് ആൻഡ് ടീച്ചിങ്. അതിന്റെ വ്യത്യാസം ഡിഫറൻസ് എന്ന് പറയുന്നത് 23 ഏരിയാസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് NL ഗാങ്സയുടെ പുസ്തകത്തിലെങ്കിൽ 35 ഏരിയാസ് ആണ് എവിടെ MC വിട്രോക്കിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ നമുക്ക് ചേഞ്ചസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും റിസർച്ച് ആൻഡ് ടീച്ചിങ്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷണൽ റിസർച്ച്. എഡ്യൂക്കേഷണൽ റിസർച്ചിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റഡീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ പറഞ്ഞ കൂട്ടത്തിലൊക്കെ പറഞ്ഞു വന്ന കാര്യങ്ങൾ തന്നെയാണ്. ബേസിക് ആയിട്ട് 2ആയിട്ട് തിരിക്കാം. ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ് എന്നും ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ നോൺ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ് എന്ന് നമുക്ക് പറയാം. ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ് എന്ന് പറയുമ്പോഴേ അറിയാം ക്വാണ്ടിറ്റി ആണ് അവിടെ ചെയ്യുന്നത്. അതേസമയം ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാം ക്വാളിറ്റിക്കാണ് അവിടെ ഇമ്പോർട്ടൻസ്. ക്വാണ്ടിറ്റേറ്റീവ് തന്നെയാണ് എന്ത് പോസിറ്റിവിസ്റ്റിന്റെ പാരഡൈം. പോസിറ്റിവിസ്റ്റ് അതായത് ഒബ്ജക്റ്റിവിസ്റ്റ്
പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന അവരുടെ പാരഡൈം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ് ആണെങ്കിൽ, സബ്ജക്ടിവിസ്റ്റ് അല്ലെങ്കിൽ നോൺ പോസിറ്റിവിസ്റ്റ് പാരഡൈം അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിന്റെ പാരഡൈം ആണ് ആര്, ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ നോൺ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ്. അത് തന്നെയാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ് എന്ന് അറിയപ്പെടുന്നത്. അതായത് അതിന്റെ ക്വാളിറ്റേറ്റീവിൽ വരുന്ന റിസർച്ചിന്റെ അകത്ത് എല്ലാം എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് അതിന്റെ അനലൈസിസ് വരുന്നത്. അതേസമയം ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസിൽ അത്രയും ഡിസ്ക്രിപ്റ്റീവ് അല്ല, അത് ഡിസ്ക്രിപ്റ്റീവ് അല്ല, ക്വാളിറ്റേറ്റീവ് ആണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസിന്റെ കൂട്ടത്തിൽ വരുന്നത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസിൽ വരുന്നത് ഏതൊക്കെയാണ്, എക്സ്പെരിമെന്റൽ റിസർച്ച്. ഓൾറെഡി പറഞ്ഞു, എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ കോസ് എഫക്റ്റ് റിസർച്ച് ആണ്. എന്താണ് അതിന്റെ കാരണം, അത് ഒരു ഇംപ്ലിമെന്റ് ചെയ്യുന്ന സാധനം എങ്ങനെയാണ് അതിന്റെ എഫക്റ്റ് വരുന്നത് കുട്ടികളില് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ വരുന്നത്. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പുമുണ്ട്, കൺട്രോൾ ഗ്രൂപ്പും ഉണ്ടെന്ന് പറഞ്ഞു. അതില് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിന് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യം കൺട്രോൾ ഗ്രൂപ്പിന് കൊടുക്കുന്നില്ല. കൺട്രോൾ ഗ്രൂപ്പ് എങ്ങനെയാണോ സാധാരണ പൊക്കോണ്ടിരുന്നത് അതേ രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും ഇടുന്നുണ്ട്. പ്രീ ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ശേഷമാണ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിന് ന്യൂ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ന്യൂ തിങ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ചിലപ്പോൾ പാക്കേജ് ആകാം, അല്ലെങ്കിൽ എന്താണോ ചെയ്യുന്നത് അത് ന്യൂ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പ്രീ ടെസ്റ്റിന് ശേഷമാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, പോസ്റ്റ് ടെസ്റ്റ് ഇടുമ്പോൾ ഇവർക്കുണ്ടാകുന്ന വ്യത്യാസം കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്വാസി എക്സ്പെരിമെന്റൽ എന്ന് പറയുന്നത് അവിടെ ക്വാസി എക്സ്പെരിമെന്റലിനൊരു യഥാർത്ഥ രൂപരേഖയില്ല. അതായത് എക്സ്പെരിമെന്റ് നടത്തുന്നതിൽ ഒരു രൂപരേഖയില്ല യഥാർത്ഥമായിട്ട്. അവിടെ കൺട്രോൾഡ് ഗ്രൂപ്പ് വേണമെന്ന് നിർബന്ധമില്ല. അത് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിന് മാത്രം കൊടുത്തിട്ട് കാര്യങ്ങൾ അവർ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും വഴി കണ്ടുപിടിക്കുന്നു. കൺട്രോൾഡ് ഗ്രൂപ്പിന് അത്ര പ്രസക്തിയില്ല. അതേസമയം എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ഗ്രൂപ്പ് വരുന്നുണ്ട്. എക്സ്പെരിമെന്റൽ സ്റ്റഡി എന്ന് പറയുമ്പോൾ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും വരുന്നുണ്ട്, കൺട്രോൾ ഗ്രൂപ്പും വരുന്നുണ്ട്. ക്വാസി എക്സ്പെരിമെന്റലിന് കൺട്രോൾ ഗ്രൂപ്പ് നിർബന്ധമല്ല. കോ റിലേഷൻ എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ കാര്യങ്ങൾ വേരിയബിൾസ് വരുന്നുണ്ടെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് കോ റിലേഷൻ ആണ്. ഈ മൂന്നെണ്ണം നമുക്ക് എവിടെ പറയാം, ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ് ആണ്. എക്സ്പെരിമെന്റൽ റിസർച്ച്, ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച്, കോ റിലേഷൻ റിസർച്ച്. ബേസ്ഡ് ഓൺ പോസിറ്റിവിസ്റ്റ് പാരഡൈം. ഇത് മൂന്നും പോസിറ്റിവിസ്റ്റ് ഒബ്ജക്ടിവിസ്റ്റിന്റെ കാഴ്ചപ്പാടിലൂടെയാണ് അവ സ്റ്റഡി നടത്തുന്നത്. ക്വാളിറ്റേറ്റീവിൽ വരുന്നതാണ് സർവേ. സർവേ എന്ന് പറയുന്നത് ബ്രോഡ് ഡാറ്റയാണ് അവിടെ വരുന്നത്. എന്നിട്ട് ഡിസ്ക്രിപ്റ്റീവ് രീതിയിലാണ് അതിന്റെ അനാലിസിസ് പോകുന്നത്. പിന്നെ കേസ് സ്റ്റഡീസ് പറഞ്ഞു, ഏതെങ്കിലും ഒരു സ്പെസിഫിക് കേസ് എടുത്ത് അവിടെ റിസർച്ച് നടത്തുന്നു. ഡോക്യുമെന്ററി അനാലിസിസ്, സ്പെസിഫിക് ആസ്പെക്ട്സ് എന്തെങ്കിലും എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഏരിയ എടുത്തിട്ട് ഡോക്യുമെന്ററി അനാലിസിസ് അങ്ങനെയാണ് വരുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പറഞ്ഞു ഓൾറെഡി, ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ആസ്പെക്ട്സ് ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. എത്തനോഗ്രഫിക് എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ സ്റ്റഡീസ് എല്ലാം വരുന്നത് എത്തനോഗ്രഫിക്കിന്റെ രീതിയിലാണ്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് പണ്ട് നടന്ന എന്തെങ്കിലും ഒരു ഹിസ്റ്ററി ബേസ് ചെയ്ത ഒരു ഇവന്റ്സിനെ നമ്മൾ റിസർച്ച് നടത്തുന്നു. പണ്ടൊരു എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നു, അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നടന്നത്, അതൊരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയിലാണ് പോകുന്നത്. അവിടെ പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നേരത്തെ നടന്നുപോയ ഒരു സംഭവമാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിനകത്ത് വരുന്നത്. ഫിലോസഫിക്കൽ എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ റിസർച്ച് ആണ്. നെക്സ്റ്റ് ക്വാളിറ്റേറ്റീവിൽ വരുന്ന ഒരു റിസർച്ച്. ഇത്ര എന്താണ് ഹ്യൂമനിസ്റ്റിന്റെ പാരഡൈമിലാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്ത് പോകാം. നമ്മൾ ആദ്യം നോളജ് എന്താണെന്ന് പഠിച്ചു. പാർട്ട് 1 അതെല്ലാം വന്നത് വീഡിയോയില്. നോളജ് അറിവ് എന്താണെന്ന് പഠിച്ചു. രണ്ട് മേജർ ഫിലോസഫിക്കൽ ട്രഡീഷൻസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു, ഒബ്ജക്ടിവിസ്റ്റും സബ്ജക്ടിവിസ്റ്റും. പിന്നെ അതിന്റെ ടൈപ്സ് ഓഫ് നോളജ് പഠിച്ചു. നോളജിന്റെ ഉറവിടങ്ങൾ, സോഴ്സസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. മേജർ സോഴ്സസ് ഓഫ് നോളജ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. നോളജ് ജനറേഷൻ ഉള്ള, നോളജ് ക്രിയേറ്റ് ചെയ്യാനുള്ള മേജർ സോഴ്സസ് ഏതൊക്കെയാണെന്ന് എക്സ്പീരിയൻസും റിസർച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു അവിടെ. പിന്നെ 2 കൺസെപ്ഷൻസ് ഓഫ് സോഷ്യൽ റിയാലിറ്റി, അതായത് ഒബ്ജക്ടിവിസ്റ്റും സബ്ജക്ടിവിസ്റ്റും തമ്മിലുള്ള കാഴ്ചപ്പാടുകൾ, ധാരണകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്സ്പെരിമെന്റൽ റിസർച്ച്, ക്വാസി എക്സ്പെരിമെന്റൽ സ്റ്റഡീസ്, കോറിലേഷണൽ റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, എത്തനോഗ്രഫിക് റിസർച്ച്, ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ റിസർച്ച്, ഇവയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഇത് പുസ്തകത്തിലെ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ 2 ആദ്യത്തെ 3 ഡിസ്ക്രൈബ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ നോളജ് ആൻഡ് സയന്റിഫിക് നോളജ്. വാട്ട് ഈസ് ദ ബേസിക് അസംഷൻസ് ഇൻ ദ എംപിരിക്കൽ ട്രഡീഷൻ ഓഫ് നോളജ്. ലിസ്റ്റ് എനി 3 ടൈപ്സ് ഓഫ് നോളജ്. പിന്നീട് വന്നിരിക്കുന്ന എല്ലാം PYQ ആണ്. എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് ടൈപ്സ് ഓഫ് നോളജ്. ഡിസ്കസ് ദ വേരിയസ് സോഴ്സസ് ഓഫ് നോളജ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ബൈ ദ റിസർച്ചർ ടു ജനറേറ്റ് ന്യൂ നോളജ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. വാട്ട് ഈസ് മെന്റ് ബൈ നോളജ്. Relationship between knowledge generation and research. Discuss the relationship between knowledge and research. Explain the various sources of knowledge. ഇതെല്ലാം PYQ ആണ്. അപ്പൊ തന്നെ ഈ ഒരു യൂണിറ്റിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാം. ജൂൺ 2024 മീനിങ് ആൻഡ് ടൈപ്സ് ഓഫ് നോളജ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. ബ്രീഫ്ലി ഡിസ്ക്രൈബ്
generation of knowledge as a purpose of research. Briefly explain why educational research uses both positivist and non-positivist approaches for solving educational problems. Give 3 examples of different curriculum areas in educational research. Write names of 3 new areas in research and teaching. PYQ ആണ്. Explain the scientific method of research. Discuss the strengths and weaknesses of scientific method. Explain the meaning of a research paradigm. Differentiate between the positivist and non-positive research paradigms with suitable examples. ഇത് 2 വട്ടം ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസ്. ഡിസംബർ 2022 ജൂൺ 2020 ഈ ക്വസ്റ്റ്യൻ ആവർത്തിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച്. ഡിസ്കസ് വേരിയസ് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച്. ഇത്രയുമാണ് PYQ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഈ യൂണിറ്റ് 1 തീർന്നിരിക്കുകയാണ്. ബ്ലോക്ക് 1 പെർസ്പെക്റ്റീവ്സ് ഓഫ് നോളജിലെ എല്ലാവർക്കും ഐഡിയാസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.